ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്നാമത്തത് നിങ്ങൾ ആദ്യം സ്പീച്ച് എടുക്കും. സ്പീച്ച് പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം വളരെ സിമ്പിളായി നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പറയുന്നത്. നിങ്ങളെ പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് ഒന്നാമത്തെ പാഠം പഠിച്ചു എന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ, ഡയമണ്ട് നെക്ലേസിന്റെ പാഠം പഠിച്ച ആളുകളുണ്ട്, ട്രാവൽ പഠിച്ച ആളുകളുണ്ട്, പിന്നെ ഹെലൻ കെല്ലർ പഠിച്ച ആളുകളുണ്ട്. പ്ലസ് വണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഹെലൻ കെല്ലർ is one of the important area that it motivated itself. A person who was the dumb, deaf, blind became one of the famous person and became advocate of the person with disability. അല്ലേ? ഒരു ഒന്നും നമുക്ക് കണ്ണും കാണില്ല, ചെവി കേൾക്കില്ല, ഒന്നും കഴിയാത്ത ആൾ എങ്ങനെ ലോകത്തിന്റെ മുമ്പിലേക്ക് എത്തിയത് ഭയങ്കര അനുഭവത്തോട് കൂടിയിട്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ പറയാണ്, in your school there have a art club program and you have to present a speech. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ചെയ്യേണ്ട പണി ലാസ്റ്റ് ആണ് കൊടുക്കുക. ഒരു ക്വസ്റ്റ്യൻ വായിക്കാൻ മനസ്സിലാവും, ഇങ്ങനെ കൊടുത്തിട്ട് പ്രിപ്പയർ എ സ്പീച്ച് എന്ന് കൊടുക്കും കുറച്ച് ബോർഡിൽ. അപ്പൊ നിങ്ങൾക്ക് ഇത് എന്തിനാണ് മനസ്സിലാവും? സ്പീച്ച് എന്നാണ്. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ? ചോദ്യത്തിന് നമ്പർ ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മുഴുവനായിട്ട് വായിച്ചതിന് ശേഷം, ഫുള്ള് വായിച്ചതിന് ശേഷം ഒരേ പാഠത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ അടയാളപ്പെടുത്തി വെക്കുക. മനസ്സിലായോ? ഏറ്റവും പാസ്സാവാനുള്ള ഏറ്റവും വലിയ ട്രിക്കാണ്. ഇപ്പൊ ഒരു ചോദ്യം പേപ്പർ ഇങ്ങനെ കൊടുത്തിരുന്നതാണെങ്കിൽ ഇത് ചിലപ്പോൾ ഒന്നാമത്തെ കുറെ വരി കൊടുത്തിട്ട് ഇതിന് ഉത്തരത്ത് എഴുതാനായിരിക്കും. ഈ വരികൾ ചിലപ്പോൾ മെറ്റിലിനെ കുറിച്ച് കുറെ, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ആരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും, ഹെലൻ കെല്ലറിനെ കുറിച്ച് കുറെ കൊടുത്തിട്ടുള്ള വരികൾ, എന്നിട്ട് 4 ചോദ്യം ഇവിടെ ഉണ്ടാവും. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പുറത്തേക്ക് മറിക്കുന്ന സമയത്ത് റൈറ്റ് എ സ്പീച്ച് ഓൺ ഹെലൻ കെല്ലർ എന്നുണ്ടാവും. അപ്പൊ ശരിക്കും ഇപ്പുറത്തെ ഹെലൻ കെല്ലറിനെ കൊടുത്ത വരികൾ എടുത്ത് ഇപ്പുറത്തേക്ക് എഴുതിയാൽ മതി. അത് എഴുതാൻ അന്തമായിട്ട് വേണം. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാല് നമ്മൾ ജയിക്കോ തോൽക്കോ എന്നല്ല പ്രശ്നം. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം ഞാൻ തുല്യതക്ക് പോണത് എങ്ങനെ അല്ലേ. എന്റെ കീഴില് നേരത്തെ സാറ് പറഞ്ഞ പോലെ കൗൺസിലിംഗ് കോഴ്സ് പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് കൗൺസിലിംഗ് കോഴ്സ് പഠിക്കാം, പിന്നെ ഡിഗ്രി കഴിഞ്ഞവർക്കും പഠിക്കാം. 10ാം ക്ലാസ് കഴിഞ്ഞ ആളുകൾ അതിന്റെ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, ഡിഗ്രി കഴിഞ്ഞ ആളുകൾ PG ഡിപ്ലോമ ചെയ്യും. അപ്പം പിന്നെ ജോൺ സാറേ പഠിച്ചിട്ട് 10 കൊല്ലം 15 കൊല്ലം മുമ്പാണ് ആദ്യമായിട്ട് എന്ത് പഠിച്ചത്, ലാസ്റ്റ് പഠിച്ചത്. ഇതുവരെ ബുക്ക് തൊട്ടിട്ടില്ല, വല്ലതും തലയിൽ കയറുമോ പാസ്സാവോ? എന്നൊക്കെ ജോയിൻ ചെയ്താൽ ആഴ്ചയിൽ ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും, മാസത്തിൽ ഒരിക്കലും ഓഫ്ലൈന് പങ്കെടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഉണ്ടാവും, ഇല്ലാത്ത ആളുകൾക്ക് ഓൺലൈൻ തന്നെ പോകും. അപ്പൊ ഇങ്ങനെ രക്ഷപ്പെടുമോ സാറേ? ഈ ചോദ്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഞാൻ പറയും കുട്ടികളെ 9 ബാച്ചോളം നാട്ടിലും വിദേശത്തുമായിട്ട് എല്ലാവരും ജോയിൻ ചെയ്യുന്നത് ഈ 35, 40, 45, 50. ഇപ്പം ഫറോക്ക് പിന്നെ കോളേജിൽ നിന്ന് റിട്ടയർഡായ ടീച്ചറൊക്കെ ജോയിൻ ചെയ്തു. ചോദിക്കും സാറേ നടക്കുമോ? ഇപ്പൊ ഇന്നിപ്പോ ഒരു ജോയിൻ ഈ വീക്കിൽ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൾഫിൽ നിന്നുള്ളൊരു മാഷുണ്ട്, സാറ് ഇവിടെ LP സ്കൂൾ മാഷന് നിർത്തിപ്പോയി കുറെ കാലമായി. ഇപ്പം നാട്ടിലേക്ക് വരികയാണ് നിർത്തി. അപ്പൊ ഈ ഒരു ഫീൽഡ് കണ്ടെത്താൻ ഏറ്റവും സ്കൂൾ സ്കോപ്പുള്ള ഫീൽഡ് അല്ലേ. അപ്പൊ എന്താ ചെയ്താലും അപ്പോൾ നമ്മുടെ ലേണിംഗ് എങ്ങനെ സാധ്യമാകും വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായി മനസ്സിലാക്കിയാൽ മതി. ആദ്യം മനസ്സ് കൂളാക്കുക, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നോക്കുക, എന്നിട്ട് ഒരേ ചോദ്യം വന്നത് കണ്ടെത്തുക. ശരി പഠിച്ചല്ലോ. എന്നിട്ട് സ്പീച്ചാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ നേരെ സ്പീച്ചിന്റെ 10ാം ചോദ്യമാണ്, 23ാം ചോദ്യമാണെങ്കിൽ ആ 23 സ്പീച്ചാണ്. സ്പീച്ച് എഴുതി വെച്ചാല് ഇനി നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിലും, വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയില്ല, നിങ്ങളെ പാഠത്തെ കുറിച്ച് ഒന്നും പഠിച്ചില്ലെങ്കിലും 2 മാർക്ക് കിട്ടുന്ന ഒരു പണി ഞാൻ ആദ്യം പറയാം. ഓക്കെ? പിന്നെ വിഷയം പഠിച്ചു കഴിഞ്ഞാൽ 4 മാർക്ക് കിട്ടുന്ന പണി ഞാൻ പറഞ്ഞത്. റെഡി? ഓക്കെ. ആദ്യത്തെ 2 മാർക്ക് കിട്ടുന്ന പണിയാണ് ഒന്നാമത് സ്പീച്ച്. കണ്ടോ? എഴുതോ? കണ്ടോ? എന്താ കൊടുക്കുന്നത്? റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് and my dear friends. പഠിച്ചില്ലേ? അരമാർക്ക്. I am standing in front of you. I am standing. എന്താ അർത്ഥം? ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. I am standing in front of you. ഷെയർ. നമ്മുടെ വാട്സപ്പിൽ ഷെയർ ചെയ്യാറില്ലേ? അതാണ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ? പങ്കുവെക്കാൻ. ഷെയർ ചെയ്യാന്നാല് പങ്കുവെക്കാൻ. എന്ത്? സംതിങ്, കുറച്ച് കാര്യങ്ങൾ. About പറഞ്ഞാല് കുറിച്ച്, എന്തോ ഒരു വിഷയത്തെ കുറിച്ച് പറയാമോ?
എന്നിട്ട് ചോദ്യ പേപ്പറിൽ ഉണ്ടാകും എന്താണ് എഴുതേണ്ടത് എന്നുള്ളത്. ഒരു എക്സാമ്പിൾ, present a speech on Anne Sullivan and her contributions to the life of Helen Keller. ആനി സലീവന്റെ ഹെലൻ കെല്ലറിന്റെ ലൈഫുമായി ചോദ്യം ഇതാണ്. അപ്പൊ നിങ്ങൾ ആദ്യത്തെ റെഡിമെയ്ഡ് ആയിട്ട് എഴുതി വെക്കും. ഈ സ്പേസിൽ നിങ്ങൾ എഴുതി ചേർക്കും. നിങ്ങൾ എന്തിനെ കുറിച്ച് പറയാൻ പോകുന്നത്? അബൌട്ട് ഹെലൻ കെല്ലർ. ഇത് എവിടെ ഉണ്ട്? ചോദ്യ പേപ്പറിലുണ്ട്. അപ്പൊ ചോദ്യ പേപ്പറിലുള്ള കാര്യം അതേപോലെ ഇങ്ങനെ എഴുതി വെച്ചാൽ ആദ്യത്തെ സ്പീച്ചിന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് 1 മാർക്ക് തരും. മനസ്സിലായോ? ഇതിപ്പോ നിങ്ങളുടെ ഉത്തരം പഠിക്കാതെ കിട്ടുന്ന മാർക്കാണ്. 2, ഇപ്പൊ നിങ്ങൾ അടുത്ത പറയാണ്. അപ്പൊ ചോദ്യ പേപ്പറിൽ ആനി സലിവൻ ഹെർ കോൺട്രിബ്യൂഷൻസ് ടു ദി എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതി. അതിന്റെ ബാക്കി ചെയ്ത് നോക്ക്. പിന്നെ നിങ്ങൾക്ക് ഒന്നും അറിയില്ല. പിന്നെ അറിയുന്ന കാര്യമുണ്ട്. എന്തൊക്കെ നിങ്ങൾക്ക് അറിയാം? Helen Keller, known as the, remembered as the advocate of people with disability. രണ്ടാമത്തത്, Helen Keller became deaf, dumb, blind when she was very young. ഈ പേപ്പർ ഇതാ അല്ലേ? അപ്പൊ ഈ പേപ്പറിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എവിടെ എഴുതി വെക്കൂ? ഈ സ്പീച്ചിന്റെ മിഡിൽ എഴുതി വെക്കും. അത് ഫുൾ എഴുതി വിചാരിച്ചു. അപ്പൊ എന്തായി? ഹെലൻ കെല്ലറുമായി ആനി സലിവനായി. അപ്പൊ ഹെലൻ കെല്ലറിന്റെ ഭാഗത്ത് നിന്ന് പാടുന്ന എന്ത് സ്പീച്ച് ചോദിച്ചാലും നിങ്ങൾ എത്ര വരി എഴുതി വെക്കൂ? 4 വരി. ഇതിൽ കണ്ട ഈ വരികളൊക്കെ അവിടെ കുത്തിക്കൊള്ളിക്കും. കാരണം നിങ്ങൾക്ക് അർത്ഥം അറിയാം. അർത്ഥം അറിയുന്നതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി നടക്കുക. ഒന്നും അറിയില്ലെങ്കിൽ എന്താ ചോദ്യം മനസ്സിലാക്കുക. ഇതതിന്റെ ഉള്ളിലാണ്ട് ഫിക്സ് ചെയ്യാം. ഒരു സാൻഡ്വിച്ച്, മനസ്സിലായില്ലേ? ഫിക്സ് ചെയ്തോ. എന്നിട്ട് വീണ്ടും അതിന് ബാക്കി എഴുതാണ് ദിസ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഇത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇറ്റ് ഗിവ് മച്ച് ഇൻഫർമേഷൻ ടു us. ഇത് നമുക്ക് ഒരുപാട് വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യമായി ഐ പ്രൈസ് ആൾമൈറ്റി ഗോഡ്. ഞാൻ ദൈവത്തിന് സ്തുതി പറയാണ്. who gives the golden opportunity. എനിക്ക് ഈ ഒരു നല്ല അവസരം തന്ന ദൈവത്തിന് നന്ദി പറയാണ്. let me tell you about. പറഞ്ഞു ക്ലിയർ ആയോ? ഇതില് 2 തരത്തിൽ ചെയ്യാം. ഒന്നും അറിയില്ലെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യാം? ഈ സംതിങ് അബൌട്ട് എന്ന് ഫുൾ ആയിട്ട് എഴുതി വെക്കാം. അല്ലെങ്കിൽ സംതിങ് അബൌട്ട് കഴിഞ്ഞിട്ട് എന്ത് മാത്രം എഴുതി വെക്കാം? എന്തിനെ കുറിച്ചാണ് നിങ്ങൾ പറയാൻ പോകുന്നത് മാത്രം എഴുതി വെക്കാം. എല്ലാം ബ്രീത്ത് എടുത്താൽ മതി. ഔട്ട് ചെയ്തേ. ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ പഠിക്കാൻ ഇതുവരെ പറഞ്ഞൊക്കെ ഒന്ന് വായിക്കും. ഏത് സ്പീച്ച് വായിച്ചോ? ഇതുവരെ പറഞ്ഞതില് നമ്മുടെ ചോദ്യം ഇങ്ങനെ വന്നത്, പ്രിപ്പയർ എ സ്പീച്ച് ഓൺ ഹെലൻ കെല്ലർ. ഓക്കെ, ഹെലൻ കെല്ലറിനെ കുറിച്ചൊരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യാൻ വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യ ഭാഗം, ഇതിന്റെ ആദ്യ ഭാഗം നമ്മൾ എഴുതി. എന്താ എഴുതിയത്? Respected teachers and my dear friends, I am standing in front of you to share something about Helen Keller. Very good. അത് നമ്മൾ അവിടെ എഴുതി വെച്ചു. ഓക്കെ, എന്നിട്ട് അടിയത്തെ വരി വീണ്ടും എഴുതി. എന്താ അടിയത്തെ വരി? This is an important topic എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി. ഓപ്പർച്യൂണിറ്റി വരെ എഴുതി. മനസ്സിലായില്ലെങ്കിൽ അപ്പൊ ചോദിക്കണേ. എന്നിട്ട് വീണ്ടും നമ്മൾ എഴുതി, ഡിയർ ഫ്രണ്ട്സ്, let me tell you about. പിന്നെയാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ക്ലിയർ ആണോ? നമ്മൾ പറഞ്ഞു എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പിന്നെ എനിക്ക് അവസരം തന്ന നന്ദി പറഞ്ഞു എന്നതിന് ശേഷമാണ് നമ്മൾ വിവരിക്കാൻ പോകുന്നത്. വിവരിക്കാന്ന് പറയാൻ എന്തൊക്കെ എഴുതി വെക്കും? ഇതിൽ കണ്ട നമ്മൾ പഠിച്ച കംപ്ലീറ്റ് സാധനങ്ങൾ ഇവിടെ എഴുതി വെക്കും. എന്നിട്ട് ഇതിന് താഴെ എന്ത് എഴുതി വെക്കും? ഡിയർ ഓഡിയൻസ്, let me conclude. പ്രിയപ്പെട്ട ഓഡിയൻസ്, let me conclude. ഞാൻ നിർത്തട്ടെ my words, എൻ്റെ വാക്കുകൾ. ഐ ഹോപ്പ്, ഞാൻ പ്രതീക്ഷിക്കുന്നു, ആൾ ഓഫ് യു അണ്ടർസ്റ്റുഡ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ക്ലിയർ ആണോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇത്ര മനോഹരമായി എഴുതി വെച്ചാൽ 5 മാർക്ക് 4 മാർക്ക് തരൂലേ? തരും. നിങ്ങൾ ഇതറിയില്ല എന്ന് വിചാരിച്ചു, ഈ ട്രിക്ക് നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിച്ചു, ആ 4 മാർക്ക് പോയില്ലേ? ഇതാ പറഞ്ഞേ.
ഇപ്പോഴത്തെ കാലത്ത് ട്രിക്കിനാണ് മാർക്ക്. 3 തരം പഠനങ്ങളാണ്. ഒന്ന് ഡീപ്പ് അപ്രോച്ച്, രണ്ട് സ്ട്രാറ്റജിക് അപ്രോച്ച്, സിസ്റ്റമാറ്റിക് അപ്രോച്ച്. സ്ട്രാറ്റജിക് അപ്രോച്ചാണ് പരീക്ഷാ പഠനത്തിന് വേണ്ടത്. നിങ്ങൾക്ക് 100-ൽ 100 മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾ ടെക്സ്റ്റ് മുഴുവൻ വായിച്ചു പഠിച്ചോളൂ. നിങ്ങളെ കൺസേർട്ട് ടീച്ചേഴ്സ്, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഓരോ പാഠവും സെപ്പറേറ്റ് ലെറ്റേഴ്സ് തന്നിട്ടുണ്ടാവും. അത് കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചോളൂ. പാസ്സായാൽ മതി എന്നുണ്ടെങ്കിൽ ഇത് മതി. മനസ്സിലായോ? അപ്പൊ അത് പഠിക്കാം. ഈ ട്രിക്കും കയ്യിലുണ്ടെങ്കിൽ സുഖസുന്ദരമായി നിങ്ങൾക്ക് പഠിക്കാം, പാസ്സാവാം. ഞാൻ ചോദിക്കട്ടെ, ഇതേ ചോദ്യം സ്പീച്ചിനെ കുറിച്ച് നിങ്ങളോട് ഇത് ചോദിക്കാൻ നിങ്ങളെ നോട്ട്ബുക്ക് എടുത്തേ, പ്ലസ് ടുക്കാർ നോട്ട്ബുക്ക് എടുത്തേ, അതേപോലെ പ്ലസ് വൺ എടുത്തോളൂ. ഇപ്പൊ ചെയ്തൊന്ന് എഴുതി ആ സ്പീച്ചും വെക്കുക. ഞാൻ ചോദ്യം പറയാം. പ്രിപ്പയർ എ സ്പീച്ച്. Prepare a speech. Prepare a speech. Prepare a speech. Prepare എന്നാണ് തയ്യാറാക്കുക. Prepare. Prepare a speech on ഹെലൻ കെല്ലറിന്റെ പാഠം പഠിച്ച ആൾക്കാർ ഹെലൻ കെല്ലറിന് എഴുതി വെക്കുക. പോയം ട്രാവലർ പഠിച്ച ആൾക്കാർ ദ പോയം ട്രാവലർ എന്ന് എഴുതി വെക്കുക. പ്ലസ് ടുക്കാര് 10ാം ക്ലാസ്സിൽ ദ ഡയമണ്ട് നെക്ലേസ് എന്ന് എഴുതി വെക്കുക. നിങ്ങൾ സ്പീച്ച് എഴുതി ഐഡിയ പറഞ്ഞല്ലോ, സാധനങ്ങൾ കയ്യിലുണ്ടെന്ന് എഴുതി നോക്കട്ടെ. 5 മിനിറ്റ് സമയത്തിലൂടെ എന്ത് ഡൗട്ട് നിങ്ങൾ ചോദിക്കാം. എന്ത് ഡൗട്ട് നോക്കി എഴുതിയാൽ മതി. നോക്കി എഴുതിയാൽ മതി. നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ നോക്കി എഴുതിയാൽ മതി. പിന്നെ ഇവിടെ കംപ്ലീറ്റ് ഈ സാധനം കാണാം. ഇവിടെ കംപ്ലീറ്റ് ചെയ്താൽ
ഇവിടെ നമുക്ക് ടോപ്പിക് മാത്രമേ ചിലപ്പം ചോദ്യത്തിലുണ്ട് ആ ടോപ്പിക് മാത്രമാണ് നമുക്ക് പറയാൻ പോകുന്നത്. അത് മാത്രം ഇനി ഇവിടെ നമ്മൾ ഇത് അതേപോലെ ഇവിടെയാണ് നമ്മൾ ആ പാഠം ഒരു ഫ്രെയിം ഉണ്ടാവും. ക്ലിയർ? എനി ഡൗട്ട്സ്? ഉണ്ടാവും. ചോദ്യത്തിലുള്ള ടോപ്പിക്ക് മാത്രമേ കൊടുക്കൂ. ആ ടോപ്പിക്കിന് വിശദാംശം കൊണ്ട് കൊടുക്കുക. ടോപ്പിന് മാത്രം പിന്നെ ഏകദേശം വിശദീകരണം കൊടുക്കുക. അങ്ങനെ പാഠം മുഴുവൻ കട്ടി നോക്കി വരെ ചെയ്യും. നേരെ ടോപ്പിക്ക് മതി മതി. തീരില്ല. ഇവിടെ നമ്മൾ എലാബറേഷൻ ചെയ്തില്ല. ഇവിടെ എലാബറേഷൻ ചെയ്താൽ എത്ര മാത്രമേ ഇല്ല. സ്റ്റീവൻസിന്റെ ഷെയർ സംതിങ് അബൌട്ട് ദി പോയം ആർ സ്റ്റീവൻസിന് മാത്രമേ ഇല്ല. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം
friends, let me tell you about the detail. ആദ്യത്തെ ഫുള്ളാണ്, അത് കുറച്ച് വരണം. രണ്ടാമത്തെ എല്ലാവർക്കും ഐഡി കിട്ടിയോ? ഐഡി കിട്ടിയാൽ മതി. കിട്ടിയില്ലേ? ധാരണയായോ? ഈ ഇംഗ്ലീഷ് പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ സെൻസ് ആണ്. ഇംഗ്ലീഷ് പരീക്ഷ പാസ്സാനുള്ള കുറച്ച് റെഡിമെയ്ഡ് സാധനം, പിന്നെ കോമൺ സെൻസ്. ക്ലിയർ ആയോ? റൈറ്റ്. അപ്പൊ നിങ്ങളുടെ ഇതിപ്പോ ഒരു വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഗ്രാമറിന്റെ ക്ലാസ് ഞാൻ 2 കൊല്ലം മുമ്പ് ഇട്ടത് ഏകദേശം ഒരു 136ഓളം K, 1,36,000 ആളുകൾ കണ്ടത്. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ യൂട്യൂബിലെ സാധനം? സെയിം സാധനം കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാല് അതിൽ നമ്മളിപ്പോ ഇവിടെ ആകുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാനും ക്ലിയർ ചെയ്യാനും ആഡ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും പറയാം. അതിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ജീവനില്ലാത്ത അറിവുകൾ, ഞാൻ പറയാം ജീവനില്ലാത്ത അറിവ്, അത് ജീവനുള്ള അറിവ് അധ്യാപകരിൽ നിന്ന് കിട്ടുന്നു എന്ന് പറയാം അല്ലേ? അതിങ്ങനെ അതുപോലെ കേട്ടു പോകും. അപ്പൊ ഇതാണ് ഇതിന്റെ കോർ. ഇനി നമ്മൾ അടുത്ത ടോപ്പിക് ഇതേ സാധനം നമ്മൾ ഒന്ന് പിന്നെ ഡയറി ആക്കി എഴുതി എങ്ങനെ ഉണ്ടാവും? നിങ്ങളുടെ ബാക്കിൽ ഡയറി ഉണ്ടല്ലോ, മറിച്ച് പേപ്പറിന്റെ ബാക്കിൽ ഡയറി കാണുന്നില്ലേ? പ്ലസ് ടു ഇല്ല, പ്ലസ് ടു ഇതില് ചോദ്യത്തില് ഡയറി വരുമ്പോഴാണ് സാധാരണ ആഡ് ചെയ്തത്. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. എല്ലാവരും കേൾക്കുക. പ്ലസ് വണ്ണിലേക്ക് എന്തായാലും ഉണ്ട്, ശ്രദ്ധിക്കാർക്കും ശ്രദ്ധിക്കാം. ഡയറി എന്ന് പറയുന്ന സമയത്ത് ആകെ ഓർമ്മിക്കാൻ ഇത്രയേ ഉള്ളൂ. ഡയറിയുടെ ഒരു ഫോർമാറ്റ് നീ കൊടുത്ത് ഇത്രയാണ് ആകെ. ഒന്ന് മേലെ ഡയറി എന്ന് എഴുതും, ഒരു സൈഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡിൽ ഡേറ്റ് ടു ടൈം കൊടുക്കുക. ഡയറി നിങ്ങളുടെയാണ്, നിങ്ങളുടെ സൗകര്യത്തിൽ നിങ്ങൾക്ക് ഇടാം. മനസ്സിലായോ? പിന്നെ ആകെ കൊടുക്കുന്ന ഒരു വരി, ഇറ്റ് വാസ് എ മെമ്മറബിൾ ഡേ. ഇന്ന് ഭയങ്കര ഓർമ്മിക്കാൻ പറ്റുന്ന ദിവസമായിരുന്നു. എന്താ പറയാ? ഇറ്റ് വാസ് എ മെമ്മറബിൾ ഡേ. ഒന്നുകൂടി പറഞ്ഞേ. രണ്ടാമത്തെ വരി, ഹൗ ക്യാൻ ഐ ഫോർഗെറ്റ് ഇറ്റ്. രണ്ടാമത്തെ വരി എന്താ? ഹൗ ക്യാൻ ഐ ഫോർഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാല് എങ്ങനെ ഞാനത് മറക്കും. മൂന്നാമത്തെ വരി, ടുഡേസ് എക്സ്പീരിയൻസ്. ഇന്നത്തെ ആ ഒരു അനുഭവങ്ങൾ ഉണ്ടല്ലോ, ടോട്ട് എന്നെ പഠിപ്പിച്ചു. ടീച്ച് ടോട്ട്, മനസ്സിലായോ? ടീച്ച് ടോട്ട്. അപ്പോ എക്സ്പീരിയൻസ് ടോട്ട് മീ, എന്നെ പഠിച്ചു. അലോട്ട് പറഞ്ഞാല് ഒരുപാട് കാര്യം. എന്നിട്ട് ടുഡേസ് എക്സ്പീരിയൻസ് വേർ, ഇന്നത്തെ അനുഭവമായിരുന്നു. ഈ 3 വരി നമ്മൾ പഠിക്കണുള്ളൂ. ചോദ്യത്തിൽ എന്തായിരിക്കും? യു റെഡ് ദ സ്റ്റോറി ഓഫ് ദ ഹെലൻ കെല്ലർ ആൻഡ് യു ഇൻസ്പയർഡ് വിത്ത് ദ സ്റ്റോറി ഓഫ് ഹെലൻ കെല്ലർ. In the night you are writing a diary. Write a diary. എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം വരെ ഒരാൾ പറഞ്ഞു പറഞ്ഞില്ലേ? എന്തായാലും പറഞ്ഞത്? ഹെലൻ കെല്ലറിന്റെ ഡയറി, നിങ്ങളുടെ സ്റ്റോറി നിങ്ങൾ ഇന്ന് വായിച്ചു, നിങ്ങൾ ഭയങ്കര ഇൻസ്പയർഡ് ആയി. റൈറ്റ് എ ഡയറി. ഡയറി എഴുതും. ഇതിലേക്ക് മാറ്റിയത് നിങ്ങൾ എന്ത് ചെയ്ത? മേലത്തെ വരി അതേപോലെ തന്നെ എഴുതും. താഴെ എന്ത് ചെയ്തു? I read the story of Helen Keller. പിന്നെ ബാക്കിയാണ് എഴുതി വെക്കും. She remembered as the advocate of the വരി. വായിച്ചേ. Helen Keller is remembered as an advocate for the people with disabilities. She was born on 27/80/80 at Alabama, America. Helen Keller became dumb, deaf, blind when she was very young. Helen learned to communicate with the help of her teacher Anne Sullivan. She authored 12 books. The story of my life is her autobiography. ഇത്രയേ ഡയറിയായോ? നല്ല പണിയുണ്ടോ? ഒരു 5 വരി പഠിച്ചു വെക്കണം. ഡയറി വന്നാൽ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? ഇനി ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. നിങ്ങളോട് ഒരു ഇൻഫോർമൽ ലെറ്റർ എഴുതാൻ പറഞ്ഞു ചോദിക്കും. ഒരു ഇൻഫോർമൽ ലെറ്റർ ഉണ്ടോ? ഒരു ഇൻഫോർമൽ ലെറ്റർ ഉണ്ടാവും. ലെറ്റർ 2 തരല്ലേ? ലെറ്റർ 2 തരം. ഒന്ന് ഫോർമല്, 2 ഇൻഫോർമൽ. ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഓഫീസിലേക്ക് നമ്മൾ കൊടുക്കുന്ന ലെറ്റർ ആണെന്ന് ഫോർമൽ. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ എന്താ? കസിൻസിന്, റിലേറ്റീവ്സിന്, ഫ്രണ്ട്സിന്, ഫാദറിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ലെറ്ററിനാണ്. ഇപ്പൊ ലെറ്റർ ഒന്നും ഇല്ല അല്ലേ?
ഇപ്പൊ വാട്സപ്പ് ചാറ്റ്, ഇമെയിൽ, സ്നാപ്ചാറ്റ്, ഇൻസ്റ്റഗ്രാമേ ഉള്ളൂ. എന്നാലും പരമ്പരാഗതമായി നമുക്ക് പാസ്സാവാൻ ഇംഗ്ലീഷിൽ എന്ത് പഠിക്കണം? ലെറ്റർ പഠിക്കണം. ഓക്കെ, ക്ലിയർ. അപ്പൊ അതില് ഇമെയിൽ എന്ന് പറഞ്ഞ വേറെ സംഭവം ഉണ്ട്. ഇമെയിൽ സംഭവം പാറ്റേൺ ഒന്ന് തന്നെയാണ്. ടു എന്നുള്ളടത്ത് ഇമെയിൽ അഡ്രസ് അയച്ചു കൊടുത്താൽ മതി. ഇമെയിൽ ഭയങ്കര എളുപ്പമാണ്. അപ്പൊ ഇതില് നിങ്ങളോട് ചോദിച്ച ചോദ്യം, യു ഇൻസ്പയർഡ് ബൈ ദ സ്റ്റോറി ഓഫ് ഹെലൻ കെല്ലർ and you are writing a letter to your mother denoting the inspiration you got from the story of Helen Keller. ഇത്രയാണ് ചോദിച്ചത്. നിങ്ങൾക്ക് എന്താ മനസ്സിലായത് മാത്രം പറഞ്ഞാൽ മതി. എന്താ ചോദ്യം മനസ്സിലായത്? അങ്ങനെ എന്തോ മനസ്സിലായി, എന്തൊക്കെ ചോദ്യത്തിലുണ്ട്, എന്തോ മനസ്സിലായി. എന്താ മനസ്സിലായത്? ആരാ ലെറ്റർ എഴുതുന്നത്? നിങ്ങളാ ലെറ്റർ എഴുതുന്നത്. ആർക്കാ ലെറ്റർ എഴുതുന്നത്? നിങ്ങളെ അമ്മക്കാ ലെറ്റർ എഴുതുന്നത് അല്ലേ? ആരെ കുറിച്ച ലെറ്റർ എഴുതുന്നത്? ഇല്ലേ? ചോദ്യം ഇങ്ങനെ പരന്ന് കിടക്കും. അപ്പൊ നമ്മള് പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ റൈറ്റ് എ ലെറ്റർ ടു യുവർ മദർ എന്നാണ് പറഞ്ഞതാ. നമ്മുടെ ഹെലൻ കെല്ലറുടെ സ്റ്റോറിയുമായി ഇൻസ്പയർഡ് ആയി നിങ്ങൾ നിർബന്ധമായും എല്ലാ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വായിച്ചു നോക്കണം. ചോദ്യവുമായിട്ടൊരു ബന്ധം, എന്താണ് ഈ സാധനം, വാട്ട് ടു ഡു എന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ പേപ്പർ ലാസ്റ്റ് ഉണ്ടാവും റൈറ്റ് എ ലെറ്റർ ടു യുവർ മദർ, അത്രേ ഉണ്ടാവുള്ളൂ. അതിനു മുമ്പ് കുറെ വരിയൊക്കെ എന്തിനാ കൊടുക്കുന്ന അറിയോ? നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ടാ. റൈറ്റ്. അപ്പൊ നിങ്ങൾ ലെറ്റർ ചെയ്ത ആ ലെറ്ററിൽ എടുത്ത് ഇൻഫോർമൽ ലെറ്റർ എടുത്തോ? എടുത്തു. ആ ലെറ്ററില് ഇൻഫോർമൽ ആർക്കുള്ള ലെറ്റർ ആണ്? ഫ്രണ്ടിന്, അമ്മയ്ക്ക്, അച്ഛന്, സുഹൃത്തുക്കൾക്ക്, കസിൻസിനൊക്കെ കൊടുക്കുന്ന ലെറ്ററിന് പറയുന്നത് വേറെന്താ? ഇൻഫോർമൽ. അപ്പൊ ഈ ഇനിയുള്ള 10 പാഠത്തിന് ഏത് പാഠത്തെ കുറിച്ചും ഒരു ലെറ്റർ നിങ്ങൾ ഇൻഫോർമൽ അയക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഫോർമാറ്റ് ആണത്. അത് ഈ +1 മാത്രമല്ല, +2 മാത്രമല്ല, അത്തിനും +1 +2 ഒക്കെ ഉപയോഗിക്കേണ്ട സാധനമാണ്. എന്താണ് അതിൽ കൊടുത്തത്? ഡേറ്റും പ്ലേസും. അത് വലത് ഭാഗത്ത് ഇടത് ഭാഗത്തൊന്നുമില്ല, ഇപ്പൊ ഏത് ഭാഗത്തും ഇടാം, കുഴപ്പമില്ല. എന്നിട്ട് മൈ ഡിയർ ആർക്കാണ് കത്തിയിരുന്നത്? ഫ്രണ്ട് ആണെങ്കിൽ ഫ്രണ്ട് എഴുതണം. അമ്മ ആയതുകൊണ്ട് ആ കുത്തുകുത്തിനോടത്ത് അമ്മ എഴുതണം, മദർ എഴുതണം. അടുത്ത വരി ഐ ആം വെരി ഹാപ്പി, ഞാൻ വളരെയധികം ഹാപ്പിയാണ് ടു റൈറ്റ് ദിസ് ലെറ്റർ, ഈ കത്ത് എഴുതാൻ. ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു, that you will be fine there. നിങ്ങൾക്ക് അവിടെ എന്താണ്? സുഖമാണ്. will be fine there. നിങ്ങൾ അവിടെ സുഖമാണ്. ഞാൻ ഫൈൻ ഒരു ഈ ഇല്ലേ എഡിറ്റ് ചെയ്തില്ലേ? ആ ഫൈൻഡ് എന്നുള്ളടത്തൊക്കെ ബാക്കി ഒരുപാട് ആൾക്കാർ എഡിറ്റ് ചെയ്തിട്ടുണ്ടാവും ആൾറെഡി. ചില ആൾക്കാർ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഡി ഉണ്ടാവുക, ഡി മാറ്റിട്ട് ഇ ആക്കണം. കുറെ ആൾക്കാർ ആരും എഡിറ്റ് ചെയ്തില്ലേ? You will be fine there. നിനക്ക് അവിടെ സുഖമാണെന്ന് വിചാരിക്കുന്നു. ഈ ഇംഗ്ലീഷ് യു എന്ന് പറഞ്ഞാൽ നീക്കും നിങ്ങൾക്കൊക്കെ യു ആണ്. ബഹുമാനത്തിന്റെ പ്രശ്നം കേൾക്കില്ല. ഇതിൽ അടുത്തെന്താണ്? ഐ റിയലി മിസ് യുവർ പ്രസൻസ്. നിങ്ങളുടെ പ്രസൻസ് ഭയങ്കരമായി മിസ് ചെയ്യുന്നു. നോക്ക്, നിങ്ങള് ഈ വരിയിൽ ഇത്തരം എഴുതി എന്തായാലും നിങ്ങൾക്ക് ഒരു മാർക്ക് ഇട്ട് തരണം. ഫോർമാറ്റ് ആയല്ലോ. നിങ്ങൾ കോണ്ടന്റ് ഒന്നും ചെയ്തിട്ടില്ല, കോണ്ടന്റിലേക്ക് എത്തിയിട്ടില്ല. നോക്കട്ടോ. Anyway, I write this letter. ഞാൻ ഈ കത്ത് എഴുതുന്നത് to tell you, പറയാൻ, something about, something സ്പേസ് ഒന്നുമില്ല, something about എന്താണ് ഇഷ്ടം? ഹെലൻ കെല്ലർ. നിങ്ങൾ എന്ത് ചെയ്തു? ഹെലൻ കെല്ലർ is remembered as the advocate of വായിക്ക് advocate of person with disabilities. She was born at Alabama in America. Helen Keller became deaf and blind when she was very young. Helen Keller tried to communicate with the help of a teacher. She wrote 12 books, and the story of my life was autobiography. See, നീ കത്ത് മുഴുവനാക്കണ്ടേ? അഗൈൻ നമ്മൾ പറയാണ്, ഐ ഹോപ്പ്, ഞാൻ പ്രതീക്ഷിക്കുന്നു,
യു വിൽ അണ്ടർസ്റ്റാൻഡ് മൈ വേർഡ്സ്. എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത്, എൻ്റെ ഫീലിങ്സ് മനസ്സിലായി എന്നുള്ളത്. ഐ ആം വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ. താങ്ക് യു. താഴെ താങ്ക് യു കൊടുത്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ യുവേഴ്സ് ലവിംഗ് ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ താങ്ക് യു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞു? ഇൻഫോർമൽ ലെറ്റർ കഴിഞ്ഞു. എളുപ്പമാണോ അല്ലേ? ആണോ അല്ലേ? നിങ്ങൾ പ്ലസ് ടുവിൻ്റെ ഈ പോയം, പ്ലസ് ടുവിൻ്റെ പോയാണ് നിങ്ങൾ പഠിക്കുന്നത്. ദ ട്രാവലർ, ആ ട്രാവലിനെ കുറിച്ച് നിങ്ങൾ ഇൻസ്പയർഡ് ആയി, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു കത്ത് എഴുതുക, ആ ബുക്ക് വായിക്കാൻ പറഞ്ഞ് കത്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്തൂടെ? ആർ യു കോൺഫിഡന്റ്? ഞാൻ ചോദിക്കുന്നത്, ഇസ് ഇറ്റ് ഈസി? അപ്പൊ നിങ്ങളുടെ മുഴുവൻ പാഠത്തിന് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സായി. ഈ കുറുക്കന് താമസിക്കാന്നുള്ളവരുണ്ടല്ലോ, എന്താ ചെയ്യാനായ പ്രശ്നം. ഒരു കാര്യം കൂടി പറയട്ടെ, ഇനി ഈ പേപ്പറിന് നോക്കിയിട്ട് നിങ്ങൾ ഇന്ന് വരാത്ത ആളുകൾക്ക് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും കിട്ടിയെന്ന് ആഗ്രഹം പറയാം. ഈ പേപ്പർ നോക്കി ഇത് മറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായ അത്ര പോലും അവർക്ക് എന്തായാലും മനസ്സിലാവില്ല. ഒരു ആകെ എന്താ മനസ്സിലാവുക? ഇതെന്നാ പാഠത്തിന് ഷോർട്ടാണെന്ന് മാത്രമേ മനസ്സിലാവൂ. മനസ്സിലായോ? ഈ ഷോർട്ട് കിട്ടിയിട്ട് കാര്യം എങ്ങനെയാ? നമുക്കിത് എങ്ങനെ, ഹൗ വി ഹാവ് ടു അപ്ലൈ എന്നുള്ള പഠിക്കണം. അപ്പൊ മാത്രമേ രക്ഷപ്പെടുള്ളൂ. അപ്പൊ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവരും രക്ഷപ്പെടും. കാരണം എന്താ? ഐഡിയകളുടെ കയ്യിലുണ്ട്, ഐഡിയ കയ്യിലുണ്ട്. അപ്പൊ ഇനി അടുത്തൊരു സംഭവം നോക്കട്ടോ. ഇതിൽ ഒരു ഇമെയിൽ ഫോർമാറ്റ് ആണ്. ഫോർമാറ്റ് നമുക്ക് വേറെ പറയാം. ഓക്കെ, നമ്മൾ പാഠത്തിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, സ്പീച്ച് കഴിഞ്ഞു, ക്ലബ് കഴിഞ്ഞു, നോക്കൂ. പ്ലസ് 1 നോക്കാം. പ്ലസ് 1 രണ്ടാമത്തെ പാഠം. എന്താണ് രണ്ടാമത്തെ പാഠത്തിന്റെ പേര്? എ പൂർ വുമൺ ലേൺസ് ടു റൈറ്റ്. എന്താ അർത്ഥം? എ പൂർ വുമൺ, ഒരു പാവപ്പെട്ട സ്ത്രീ എന്ത് ചെയ്തു? ലേൺ ടു റൈറ്റ്. എന്ത് പഠിച്ചു? എഴുതാൻ പഠിച്ചു. ഏറ്റവും സിമ്പിൾ ആണ്. നോക്കണേ, നോക്കട്ടോ. അർത്ഥം ഞങ്ങൾ പറയും, നിങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക. മുഴുവൻ പാഠത്തെ കുറിച്ചും നമുക്കൊരു ധാരണ നിർബന്ധമായിട്ടും വേണം. ഇത് വേണം, മുഴുവൻ പാഠത്തെ കുറിച്ചും നമുക്കൊരു ഐഡിയ വേണം. ഓക്കെ, ക്ലിയർ? അപ്പൊ മുഴുവൻ പാഠം ഐഡിയ ഉണ്ടാക്കണം. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. നമുക്ക് എ പൂർ വുമൺ, ഒരു പാവപ്പെട്ട സ്ത്രീ. ലേൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലേൺ, പഠിക്കുന്നു. വെരി ഗുഡ്. പഠിക്കുന്നതിന് വേറെ വാക്കുകൾ ഉപയോഗിക്കാം. സ്റ്റഡി. വെരി ഗുഡ്. ലേൺ ടു റൈറ്റ്, എഴുതാൻ പഠിക്കുന്നു എന്ന് പറയുന്ന ഈ ഒരു പോയം, ഇതൊരു പോയമാണ്. ഇറ്റ്സ് എ പോയം ബൈ മാർഗരറ്റ് അറ്റ്വുഡ്. അപ്പൊ ആ എഴുതിയ ആളുടെ പേരെന്താ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇന്നാൾ എഴുതിയ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ പറയാം? റിട്ടൺ ബൈ. വെരി ഗുഡ്. അപ്പോ ദ പോയം വുമൺ ലേൺസ് ടു റൈറ്റ് വാസ് റിട്ടൺ ബൈ എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, മാർഗരറ്റ് അറ്റ്വുഡ്. ദിസ് പോയം, ഈ പോയം റിഫ്ലക്ട് എന്ന് പറഞ്ഞാൽ പ്രതിഫലിപ്പിക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ പറഞ്ഞു തരുന്നു, മനസ്സിലാക്കി തരുന്നു എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, പ്രതിഫലിപ്പിക്കുന്നു. ഹൗ, എങ്ങനെയാണ് എ പൂർ വുമൺ, ഒരു പാവപ്പെട്ട സ്ത്രീ, ലേൺ ടു റൈറ്റ്, എഴുതാൻ പഠിച്ചത്, ആൻഡ് അച്ചീവ്, നേടിയത്, ലിബറേഷൻ, ഒരു സ്വാതന്ത്ര്യം, ഓവർ ഇഗ്നറൻസ്, വിവരമില്ലായ്മയിൽ നിന്ന്. കുറച്ച് സാഹിത്യപരമായിട്ട് ഇങ്ങനെ പറഞ്ഞതാണ്, മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ വിവരമില്ലായ്മയിൽ നിന്ന് വിവരത്തിലേക്ക് എങ്ങനെയാണ് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഒരു സ്റ്റേജ്, ഓരോ സ്റ്റേജ്, നമ്മൾ സൈക്കോളജി പറയുന്ന സംഭവമുണ്ട്, ട്രേസ് ആൻഡ് ഡീകേ തിയറി എന്ന് പറയാം. നിങ്ങളൊരു സാധനം പഠിക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൽ പുതിയ കെമിക്കൽ ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കും. ഇന്ന് രാവിലെ നിന്നിട്ട് ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളോളമായി നിങ്ങൾ തോട്ട് ഉള്ളത് കൊണ്ട് എങ്ങനെ വരും, വരും, ഇങ്ങനെ കുറേ ചിന്തകൾ വന്ന് ഇരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആൾറെഡി, മനസ്സ് ആൾറെഡി സെറ്റ് ആയിട്ടുണ്ടാവും സംതിങ് ടു ലേൺ എന്നുള്ളത്. മനസ്സിലായോ? റൈറ്റ്? നിർബന്ധമായിട്ട് സെറ്റ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് റെഡി ആക്കണം എന്നുള്ളത്. ഓക്കെ, ഫൈൻ. എന്ന് പറഞ്ഞ പോലെ പൂർ വുമൺ അങ്ങനെ പഠിക്കുകയാണ്. ലിബറേഷൻ ഓവർ ഇഗ്നോറൻസ് എന്ന് പറഞ്ഞാൽ വിവരമില്ലായ്മ, വിവരമില്ലാത്തതിൽ നിന്ന് വിവരത്തിലേക്ക് പോകുന്നു. എന്നല്ലോ ഡാർക്ക്നെസ് ആൻഡ് ഇല്ലിറ്ററസി, അന്ധകാരം, അതേപോലെ ലിറ്ററസി എന്താ പറയാ,
സാക്ഷരത. സാക്ഷരത ഇല്ലാത്ത ലോകത്തിൽ നിന്ന് സാക്ഷരത ഉള്ള ലോകത്ത്. This poem narrate, ഈ poem narrate എന്ന് പറഞ്ഞാൽ പറയുന്നു എന്നേ ഉള്ളൂ അർത്ഥം. Narrate the tension and fear, പേടിയും ടെൻഷൻ of a woman, ഒരു സ്ത്രീയുടെ, who ആ സ്ത്രീ is writing, എഴുതുന്നു for the first time at the age of 30. അവളുടെ 30ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് എഴുതുന്നത്. At last, അവസാനം, when she wrote everything correctly, എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തു, without any mistake, ഒരു തെറ്റും കൂടാതെ, her face glowed with happiness. അവളുടെ മുഖം എന്തെയ്തു? സന്തോഷം കൊണ്ട് ചുവന്നു വരികയാണ്. ഒരാളുടെ ഹാപ്പിനെസ്, ഇപ്പൊ നിങ്ങളുടെ ഫീൽഡിലേക്ക് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഹാപ്പിനെസ് ഉണ്ടല്ലോ. അപ്പൊ എന്റെ ഫീൽഡ് സൈക്കോളജി കൗൺസിലിംഗ് ഒക്കെയാണ്. എൻ്റെ അടുത്ത് ഒരു ക്ലയന്റ് വന്ന് സംസാരിച്ച് കഴിഞ്ഞ് അയാൾക്കൊന്ന് ഹീലാകുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. നമ്മൾ ഒരുപാട് ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൗൺസിലിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞ കുട്ടികളെല്ലാവരും കൂട്ടിയിട്ട് ഒരുപാട് ക്യാമ്പുകൾ സംഘടിപ്പിക്കും. അപ്പൊ സ്കൂളിലേക്ക് ചെന്ന് സ്കൂളിൽ ഓരോ കുട്ടികളും 1-to-1 കൗൺസിലിംഗ് ആണ് കൊടുക്കുക. കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ അത് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികളുടെ ഒരു സന്തോഷം കാണാറുണ്ട്. അതിന് കാരണം വെച്ചാൽ രക്ഷിതാക്കളുടെ സ്വഭാവം പോലെ നന്നാവാണ്ടാവും. നമ്മുടെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക, സാർ എൻ്റെ മോനെ ശരിയാവേണ്ടായിരിക്കും. പാരന്റ്, ഈ പാരന്റിങ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫീൽഡ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വലൻസിക്കാരെ പാസ്സാകാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഒരു ട്രിക്ക് സാധനമാണ്. ഒരു വലിയ പ്രയാസം പറഞ്ഞപ്പോൾ. അപ്പോൾ നമ്മുടെ ഫീൽഡ് സൈക്കോളജി കൺസൾട്ടേഷൻ ഒക്കെയാണ്. ഇതേപോലെ ഒരു സെഷൻ ചെന്നപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു MEX7 എന്ന് പറഞ്ഞ ഒരു ഹെൽത്ത് ക്ലബ് ഉണ്ട്. ഒരു 40+ ഉള്ള ആൾക്കാരുടെ ക്ലബ്ബാണ്. രാവിലെ ഒന്ന് ഫ്രീ ആയിട്ട് വന്ന് എക്സസൈസ്, യോഗ പരിപാടിയൊക്കെ. അപ്പോൾ അവിടെ ഇതേപോലത്തെ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിച്ചു. അപ്പോൾ ഞാൻ ചെന്ന് ക്ലാസ് കഴിഞ്ഞ ഒരാൾ വന്ന് കൈ നോക്കി, സാറേ താങ്ക് യു. അയാൾക്കൊരു 50 വയസ്സൊക്കെ ഉണ്ടാവും. അപ്പം എന്ത് ചോദിച്ചു, ഇത്രയും കാലം എൻ്റെ പെരുമാറ്റം വളരെ മോശമാണെന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത്. എൻ്റെ പെരുമാറ്റം ഇത്രയും മോശമായത് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. ലോകത്തിൽ ആരെങ്കിലും എൻ്റെ പെരുമാറ്റം മോശമാണെന്ന് ഒരാൾ പറഞ്ഞിട്ട് അംഗീകരിക്കുന്ന ഒരു മാനസികാവസ്ഥയ്ക്ക് എത്ര പ്രയാസം ഉണ്ടാവും? ഭയങ്കര പ്രയാസം. നമ്മളെല്ലാവരും വിചാരിക്കും നമ്മൾ അടിപൊളിയാണ്, നമ്മൾ സൂപ്പറാണ്, നമ്മൾ പെരുമാറ്റം വണ്ടർഫുൾ ആണ്. ഇത് അനുഭവിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ പ്രയാസം അറിയുന്നു. ഇനി അനുഭവിക്കുന്ന ആളുകൾ എൻ്റെ ഭാര്യയോട് എന്നോട് പറയണം, ആ സ്വഭാവത്തിൽ ചെയ്യുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെടും. അപ്രിയ സത്യമുണ്ട്, പ്രിയ സത്യമുണ്ട്. അപ്രിയ കളവുണ്ട്, പ്രിയ കളവുണ്ട്. അപ്രിയ സത്യങ്ങൾ നമ്മൾ പറയരുത്. അപ്രിയ സത്യങ്ങൾ ഒരു എക്സാമ്പിൾ പറയാൻ പാടില്ല. പിന്നെ ഞാൻ രാവിലെ എണീറ്റ് ഇങ്ങനെ ചിലർക്ക് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് ഉദാഹരണമുണ്ട് പോലെ ഒരു വൈഫിൽ സ്വാഭാവികമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ താടിയൊക്കെ നനച്ച വയസ്സനായി ഇങ്ങനെ സത്യമാണെങ്കിലും പറയുന്ന എനിക്ക് ഇഷ്ടമല്ല. ആണോ? ഇഷ്ടമാണോ? അല്ല. നേരെ മറിച്ച് എങ്ങനെ ഇടണം മനുഷ്യ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് ഹാപ്പിയല്ലേ അല്ലേ? ആണോ? എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഒരു ക്ലാസ്സിൽ ടീച്ചർ വന്നിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറായിട്ട് നിങ്ങളുടെ കുട്ടികളോടാട്ടെ ഇംഗ്ലീഷ് ഭയങ്കര എളുപ്പമാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് അതുമായിട്ട് 2 വർഷം ടെക്നിക്സ് ഒക്കെ അറിയണമെന്ന് സത്യം നിങ്ങൾക്ക് അറിയുന്ന ഒരു സമാധാനം ഉണ്ടാവും ഇല്ലേ? ടഫാണ്, റിസ്ക് ആണ്, ഭയങ്കര ടൈറ്റ് ആണ്, പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ട് എന്താ സംഭവിക്കുക? ടെസ്പാവും. പിന്നെ മനസ്സിന് പ്രത്യേകത കൂടി ഉണ്ട്. എന്താണോ നിങ്ങൾ ആവർത്തിക്കുന്നത് അത് മുമ്പിൽ പഠിക്കുക. അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ എന്താണ് ആവർത്തിക്കേണ്ടത്? ഇംഗ്ലീഷ് ഇസ് വെരി ഈസി, ഭയങ്കര ഈസിയാണ്. നിങ്ങൾ മുമ്പിൽ ടാർഗറ്റേ വെക്കണം. ഇത് കഴിഞ്ഞാൽ +1 കഴിഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കോഴ്സ്, ആ കോഴ്സിൽ നിന്ന് ഒരു ഹയർ ഗോള്, 5 വർഷം കഴിഞ്ഞ് എൻ്റെ പേരിൻ്റെ കൂടെ ഞാൻ എൻ്റെ പേരിങ്ങനെ പറയുമ്പോൾ എൻ്റെ പേരിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം എന്ന് നിങ്ങൾ ആലോചിക്കണം. എൻ്റെ പേരിൻ്റെ കൂടെ 5 വർഷം കഴിഞ്ഞിട്ട് ആഡ് ചെയ്യണം. അതൊക്കെ മനസ്സിലുണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഇത് വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായി. അല്ലെങ്കിൽ എന്നോടൊക്കെ പ്രേമം തോന്നുന്നത് കാരണം ആൻ്റെ സാറി എന്താ ഒരു തേപ്പെട്ടി കഷ്ടത്തിലാണ് എന്തൊക്കെ ഒരു മാനസിക പ്രയാസം. അപ്പോ ഇങ്ങനെയുള്ള ഒരു ഗോൾ അച്ചീവ് ചെയ്ത കഥയാണ് ആര് പറയുന്നത്? അച്ഛനാണ്. A poor woman who learns to write. Am I right? Yes. ഒരു പാവപ്പെട്ട സ്ത്രീ. അപ്പൊ ഇതിന് നിങ്ങളോട് ചോദിക്കാണ്, റൈറ്റ് എ സ്പീച്ച്. ഓക്കെ, നിങ്ങൾ ചോദിക്കാണ് റൈറ്റ് എ സ്പീച്ച്
in connection with the poem A Woman Learned to Write. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ സ്പീച്ച് ഉണ്ടാക്കുക? എന്റെ കണ്ണോക്കിയിരിക്കല്ലേ അങ്ങോട്ട് പോയി റെസ്പെക്ട് ചെയ്തു, tell you something about ചെയ്തു, എന്നിട്ട് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ചെയ്തു, എന്നിട്ട് ഈ ചോദ്യത്തിന് ഉത്തരം മനസ്സിലാവാത്ത കൺഫ്യൂഷൻ ആരെങ്കിലും ഉണ്ടോ? പ്രശ്നം പത്തിന് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഞാൻ എഴുതാൻ പറഞ്ഞ എന്താ? സ്പീച്ച് എഴുതാൻ പറയുമ്പോൾ സ്പീച്ചിന്റെ ഈ ഫോർമാറ്റ് ഇതുപോലെ എഴുതുകയും എന്തിനെ കുറിച്ചിട്ടാണോ പറയാൻ പറഞ്ഞത് അത് ആദ്യം എഴുതുകയും പിന്നെ ബാക്കി എഴുതുകയും പിന്നെ ഇതിന്റെ ഈ ഒരു ബ്രീഫ് ഇവിടെ എഴുതി വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉത്തരമായി. ഡോട്ടിലോട്ടാണ് ഫീൽ ചെയ്യുന്നത്. ആദ്യത്തെ ഡോട്ടിലോട്ട് എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്, രണ്ടാമത്തെ ഡോട്ടിലോട്ട് അതിന്റെ വിശദീകരണമാണ് നമ്മൾ എഴുതി വെക്കുക. അപ്പൊ ഇത് കയ്യിൽ പിടിക്കണം അല്ലേ സാറേ? നോട്ടം അങ്ങനെയാണ്. അപ്പൊ ഇതിങ്ങനെ കയ്യിൽ പിടിക്കണം അല്ലേ സാറേ? ഓക്കെ, കിട്ടിയോ? ഇനി പ്ലസ് ടുക്കാർ നോക്കണേ. നോക്കിയോ? പ്ലസ് ടുക്കാർ രണ്ടാമത്തെ പാഠം നോക്കണേ. പ്ലസ് വണ്ണിൽ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ ഞാൻ പഠിപ്പിച്ച പാഠം രണ്ടാമത്തെ പാഠം, ആ പാഠം വെച്ചിട്ട് ഒരു ലെറ്റർ എഴുതുക, ഒരു സ്പീച്ച് എഴുതുക. ഇപ്പോ പ്ലസ് ടുക്കാർ ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ ചാപ്റ്റർ ദ ഗിഫ്റ്റ്. ഓക്കെ, ദ ഗിഫ്റ്റ്. ദ ഗിഫ്റ്റ് ആര് എഴുതിയതാണ്? എസ്.കെ. പൊറ്റക്കാട്. നോക്കണേ. ദ ഗിഫ്റ്റ് എസ്.കെ. പൊറ്റക്കാട് is a heart touching story. എന്താ അർത്ഥം? നമ്മുടെ ഹൃദയത്തിന് ഭയങ്കരമായ ടച്ച് ചെയ്യുന്ന ഒരു കഥയാണ്. which remind പറഞ്ഞാല് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന അർത്ഥം കേട്ടോ. it reminds us, ഓർമ്മപ്പെടുത്തുന്നു, the inevitability of death. മരണത്തിനെ കുറിച്ച്. മരണം എന്തായാലും മനുഷ്യൻ മരിക്കും. നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മൾ മരിക്കില്ലാണ്. ബാക്കി പറയട്ടെ. പ്ലസ് ടു നോക്കണേ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇനബിലിറ്റി ഓഫ് ഡെത്ത് ആൻഡ് മേക്ക് അസ് ഇനവിറ്റബിലിറ്റി ഓഫ് ഡെത്ത്. നമുക്ക് എന്തായാലും നമ്മൾ എന്ത് ചെയ്യും, മാറ്റി വെക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മരണമെന്ന്. ഓക്കെ, ആൻഡ് മേക്ക് അസ് റിയലൈസ് എന്നത് ഈ ഒരു സംഭവം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. എന്ത്, ഹൗ, എങ്ങനെയാണ് death itself can make one immortal. മരിച്ചു കഴിഞ്ഞാലും ഒരാളെ മരണമില്ലാതെയാക്കുന്ന ഒരു സംഭവം എന്താണ്?
ഇപ്പൊ നമ്മൾ ചില ആളുകൾ നമ്മൾ ഇപ്പൊ നിങ്ങൾ റോബിൻ ശർമ്മയുടെ പുസ്തകമുണ്ട് ഹു വിൽ ക്രൈ വെൻ യു ഡൈ, നീ മരിക്കുമ്പോൾ ആര് കരയും. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ മരിക്കുമ്പോൾ ആരെങ്കിലും കരയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പല ആളുകളുടെ ഹൃദയത്തിൽ നിങ്ങളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി വെക്കണം. നമ്മൾ കാണുമോ കണ്ടാലും വന്ന് അല്ലെങ്കിൽ നമ്മൾ ഫോൺ കാണുമോ വെപ്പിക്കുന്നുണ്ട്, ഇങ്ങനെ ചിന്തിക്കാത്തൊരു കണ്ടീഷൻ വരണം. മനസ്സിലായില്ലേ? ഓക്കെ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സുഹൃത്തിനെ യാത്ര ചെയ്യാം. അപ്പോൾ എൻ്റെ ഫോണിലേക്ക് വൈഫ് കോൾ ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഫോൺ എടുത്തിട്ട് അവിടെ ഞാൻ തിരക്കിലാണ്, ഞാൻ പിന്നെ വിളിക്കാം, 1 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കാതെ കട്ട് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇത്ര ഭാഗ്യവാനാണ് അന്തി, ഈ എൻ്റെ വൈഫിൻ്റെ ഫോണിൽ ഒരു 30 സെക്കൻഡിനുള്ളിൽ കട്ട് ചെയ്തില്ലേ. ആ കട്ട് ചെയ്തു, ഞാനെങ്ങാനും കട്ട് ചെയ്ത ഇന്നത്തെ ദിവസം നോക്കാം. അപ്പൊ അവന്റെ മനസ്സിലൊരു വൈഫിനെ കുറിച്ച് പിക്ചർ കണ്ടാവും. എന്താ? ഫുൾ BPL. കോള് വന്ന് എടുത്തില്ലെങ്കിൽ പ്രശ്നം, എടുത്താ പ്രശ്നം, കുട്ടി ഇമോഷണലാണ്. അവള് PG കഴിഞ്ഞ ടീച്ചറൊക്കെയാണ്, പക്ഷെ അതിന്റെ ഒരു ഗുണമില്ല, അവന്റെ സങ്കടം പറയാൻ. അങ്ങനെ ആവരുത് നമ്മുടെ ലൈഫ്. ഈ ടെക്നിക് നമ്മുടെ പാർട്ട്ണറിനെ ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ മനസ്സിലാക്കുന്ന പാർട്ട്ണറാണ്, അയാൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പെരുമാറുന്നത് നമ്മൾ കാര്യം ഉൾക്കൊള്ളാൻ പറ്റണം. അല്ലാതെ ഇങ്ങനെ 5 മിനിറ്റ് 10 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോൾ ഇവൻ 10 മിനിറ്റ് കൂടുമ്പോൾ വീഡിയോ കോൾ വരും, നിങ്ങളിവിടെ കാറ് തന്നെയാണ് ഈ. എനിക്കൊരു സംശയം ഉണ്ടായിട്ടില്ല, സ്നേഹം കൊണ്ട് വിളിക്കണത്. അപ്പോൾ ഇവരെന്തിനാ വിളിക്കണ മനസ്സിലായില്ലേ? ഇങ്ങനെ ആവരുത് എന്നുള്ളതാണ്. അപ്പൊ ഇമ്മോർട്ടൽ ആണെന്ന് എസ്കേർട്ടിനെക്കാട്ടി ഈ കഥയ്ക്ക് 2 ദിവസം എടുത്താൽ തീരില്ല, അത്രയും മനോഹരമാണ്. ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളുടെ ലൈഫിൽ നമ്മളെ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നുള്ളതാണ്. ഇത് സ്റ്റോറി ആൻഡ് ഓൾഡ് കപ്പിൾ, ഈ കഥ പറയാണ്. ആൻഡ് ഓൾഡ് കപ്പിൾ, നല്ല പ്രായമുള്ള കപ്പിള് came to the cemetery, ഒരു സെമിത്തേരിയിലേക്ക് വന്നു. എന്നിട്ടോ ആൻഡ് പ്ലേസസ് വെക്കുന്നു a toy gift over the tomb. ടോംബ് എന്ന് പറഞ്ഞ ശവകുടീരം കേട്ടോ. അപ്പൊ ആ ശവകുടീരത്തിന് മേലെ ഒരു ടോയ് വെക്കുന്നു, ടോയുടെ ഗിഫ്റ്റ്. ഓക്കെ. ആരുടെ? ടോംബ് ഓഫ് ദെയർ സൺ, അവരുടെ മകന്റെ ടോംബിന്റെ മേലെയാണ് നെയ്മഡ് ചിക്കു അല്ലെ. ചിക്കു എന്ന് പറഞ്ഞ മകന്റെ ടോംബിന്റെ മുകളിൽ എന്ത് വെക്കുന്നു? ഗിഫ്റ്റ് വെക്കുന്നു. എന്ത് ഗിഫ്റ്റാണ്? ടോയ് ഗിഫ്റ്റാണ്. Who had died, അവൻ മരിച്ചിരുന്നു 35 years ago. എത്ര വർഷങ്ങൾക്ക് മുമ്പ്? 35 വർഷങ്ങൾക്ക് മുമ്പ്. at the age of 9, 9 വയസ്സിൽ. ഓദർ, ഈ എഴുത്തുകാരൻ who had come to visit, അദ്ദേഹം വന്നിരുന്നത് to visit ചെയ്യാനാണ് the tomb of famous poet, വളരെ ഫേമസ് ആയിട്ട് പോയിട്ട് ആയിട്ടുള്ള ഷെല്ലിയുടെ ടോംബ് വിസിറ്റ് ചെയ്യാൻ മുമ്പ് വന്നത്. gets pleased by, അപ്പോൾ pleased by the sight and retained the cemetery by placing the flowers upon the tomb of Chiku. അപ്പൊ ഇത് ഈ ഒരു സീന് കണ്ടിട്ട് ഇയാളെന്താ ചെയ്തത്? അയാൾ ഷെല്ലിയുടെ ടോംബിന്റെ മുകളിൽ വെക്കാൻ കൊണ്ടുവന്ന പൂക്കൾ കൂടി ഈ ചിക്കുവിന്റെ ടോംബിന്റെ മുകളിൽ വെച്ചിട്ട് തിരിച്ചു വരികയാണ് അല്ലെ. ചില ആളുകൾ നമ്മളെ ലൈഫിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മൾ പോലും അറിയാതെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഞാൻ എപ്പോഴും സൈക്കോളജി പഠിക്കുന്ന സ്റ്റുഡൻസിനോട് പറയും, നിങ്ങളുടെ ലൈഫ്, നിങ്ങൾ ഒരാളുടെ ലൈഫ് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കണം, നിങ്ങൾ പോലും അറിയാതെ അയാളുടെ ലൈഫ് മാറിക്കൊണ്ടിരിക്കും. റൈറ്റ്? യെസ്. അപ്പൊ ഇതാണ് ആരുടെ ചാപ്റ്റർ? എസ്കേ പൊറ്റക്കാടിന്റെ റൈറ്റ് എ ലെറ്റർ, റൈറ്റ് എ സ്പീച്ച്. ഓക്കെ. ചോദ്യം തലകുത്തനായിരിക്കും വരിക. എസ്കേ പൊറ്റക്കാട് സോ അല്ലെങ്കിൽ the incident in the tomb was extraneous. He felt heartfelt feeling of escape Pottekad. Write a story regarding either the gift and the അല്ലെങ്കിൽ write a speech ഉണ്ടാവുക. ഒരു സ്പീച്ച് ലെറ്റർ എഴുതി കുറെ ഇങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് വരിയിൽ എല്ലാം പറയും. സിമ്പിളാണ്, ഭയങ്കര സിമ്പിളാണ്.
അപ്പം ഏത് പാടാണെങ്കിലും ആ പാഠം മാത്രമേ ടോപ്പ് നിങ്ങൾ ഇവിടെ പഠിച്ച വൈകല്ലേ ഏത് കംപ്ലീറ്റ് ലാംഗ്വേജ് ചെയ്യും അങ്ങനെ ചെയ്യും. അപ്പോൾ ഏത് പാഠം വന്നു കഴിഞ്ഞാൽ ആ ലാംഗ്വേജ് ചെയ്യുകയാണ് അതാണ് ചെയ്യുന്നത്. അതിലേക്ക് നോക്കാം. മൂന്നാമത്തെ പാഠം അന്നത്തെ പാഠം പോയാണ്. ആ പോയത്തിൻ്റെ പേര് പോയം ജിമ്മിയും ടി വി എന്ന് പറയുന്ന ഒരു പാഠമാണ്. ആ പാഠത്തിൽ ഷെൽഡ് എന്ന് പറഞ്ഞ ആളെ എഴുതിയുണ്ടോ? രണ്ടാമത്തത് പോയം വാസ് റിട്ടൺ ബൈ ഷെൽഡ്. ഒറ്റ വഴിയുള്ളൂ. പോയറ്റ് പറയുന്നു അബൌട്ട് കുറിച്ച് കോൺസിക്വൻസസ് ഓഫ് വാച്ചിങ് ടി വി. ടി വി കാണുന്നതിനെ കുറിച്ച് പ്രയാസപ്പെട്ടിട്ട് പറയുന്നു ബൈ ദ സ്റ്റുഡൻറ്റിനാണ്. അത്രയുള്ളത് കേട്ടോ. The main character of the poem is Jimmy and Raghavata. He watched out Sunday, TV was the day and night, when something strange happened, the lower condition. So I പറയുന്നു ആ പാഠം ഇനി അത് വെച്ചിട്ട് ബാക്കിയുള്ള സ്റ്റോറി സ്പീച്ച് ചെയ്തു. Plus one completed. No, well. നമ്മളിതൊക്കെ ഈസി ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓക്കെ. 10 സെക്കൻഡ് കൂടി നിങ്ങൾക്ക് അത് കൺക്ലൂഡ് ചെയ്യാൻ പ്ലസ് വണ്ണിനെ ശ്രദ്ധിക്കാം കേട്ടോ. പ്ലസ് ടു കയറിയില്ല. പ്ലസ് വൺ നിന്റെ ഭാഗ്യ നോക്കി എനിക്ക് അത്രയാണ് നോക്കി ബാക്കി ചെയ്ത പ്ലസ് വണ്ണിൽ ആർക്ക് പ്ലസ് വണ്ണിൽ എനിക്ക് 1 2 3 4 5 6 7 8 9 നോക്കിട്ടോ. മൂന്നാമത്തെ പാഠം ഭയങ്കര രസകരമായ പാഠമാണ്. നിങ്ങൾ കേട്ടിട്ടുള്ള ബ്രൂക്ലിൻ ബ്രിഡ്ജ് അല്ലേ? എന്താ അതിന്റെ കഥ? ഒരു പാലം ഉണ്ടാക്കണം. അത്രയും ലോങ് ഒരു പാലം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആരാ പണി തുടങ്ങിയത്? പിന്നെ ആരാണ് കംപ്ലീറ്റ് ചെയ്തത്? ജോൺ ബ്രൂക്ലിനിന്റെ ഒരു ഐഡിയ വന്നു, പണി തുടങ്ങി, അദ്ദേഹത്തിന് അസുഖം ബാധിച്ചു അല്ലേ? മകനെ ഏറ്റെടുത്തു, മകന് പ്രശ്നങ്ങൾ വന്നു, മരുമകളെ ഏറ്റെടുത്തു, അത് കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് ആ സ്റ്റോറി. അപ്പൊ എന്ന് തുടങ്ങി എന്ന് അവസാനിച്ചു നമുക്ക് അറിയണം, എന്താ നടന്നെന്ന് അറിയണം. ഇത്രയേ ഉള്ളൂ. നോക്കിക്കേ, The story of Brooklyn Bridge. John Roebling had an idea. John Roebling ഐഡിയ തോന്നി,
that construction a bridge, ഒരു പാലം നിർമ്മിക്കാൻ ഈ വരി ലൈൻ ബൈ ലൈൻ അർത്ഥം നിങ്ങൾ നിർബന്ധമായി അറിഞ്ഞിരിക്കണം. ഓക്കെ, എവിടെ മുതൽ? ബ്രിഡ്ജ് ഫ്രം ന്യൂയോർക്ക് മുതൽ ലോങ് ഐലൻഡ് വരെ, ലോങ് ഐലൻഡ് വരെയുള്ള ഒരു ഏരിയയിലേക്ക് എന്ത് നിർമ്മിക്കണം? പാത നിർമ്മിക്കണം. വാഷിംഗ്ടൺ ഈസ് ദി സൺ ഓഫ് ജോൺ റോബ്ലിൻ. അപ്പോൾ ജോൺ റോബ്ലിങ്ങിന്റെ മകന്റെ പേരെന്താ?